നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്വീറ്റുമായിട്ടാണ്. ബീഹാറിലെ ഒരു സ്വീറ്റാണ്. അവിടെ ഫെസ്റ്റിവൽ സമയത്തൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതാണ്. വേറെ സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിനെ അവർ പറയുന്നത് നാരിയൽ ലാച്ച എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ തേങ്ങയാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഇല്ലേ ഈ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ വേറെ സ്നാക്സ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവലുണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങനെ എടുത്ത് കഴിക്കില്ല. അപ്പം ചില ആൾക്കാർ കാണാൻ ഈ തേങ്ങാ പൂളെടുത്ത് അതും ഇങ്ങനെ കഴിക്കും കൂടെ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അതുപോലെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. എളുപ്പമുണ്ടാക്കിയെടുക്കാം. ഒരു വെറൈറ്റിയാണെന്ന് പറയാം. അപ്പം നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള തേങ്ങയാണ്. ഇതിപ്പോൾ ചിരട്ടയിൽ നിന്ന് വേർപെടുത്തി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ചിരട്ടയിൽ നിന്ന് എളുപ്പം എങ്ങനെ വേർപെടുത്തി എടുക്കാം തേങ്ങ എന്നുള്ള അത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ അവസാനം ഈ ഒരു റെസിപ്പി കഴിഞ്ഞിട്ട് അവസാനം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും അറിയുന്നതാണെങ്കിൽ വെറുതെ അത് കാണണ്ടല്ലോ, റെസിപ്പി മാത്രം കണ്ടാൽ മതിയല്ലോ. ഇനി ഈ തേങ്ങയുടെ ഈ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാൻ ഒരു പീലർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കത്തി വേണമെങ്കിൽ കത്തി കൊണ്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു ഈ കറുത്ത ഭാഗം ഒന്ന് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ കറുത്ത ഭാഗമൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരുപാട് കട്ടിയില്ലല്ലോ കേട്ടോ, നേരിയ പോലെ കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നീളം തന്നെ വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായി കട്ടായി പോയാലൊന്നും കുഴപ്പമില്ല. എന്നാലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പരമാവധി നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഈ പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പഞ്ചസാര അലിയിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊന്ന് കട്ടിയായി വരണം. അതായത് ഒരു നൂൽ പരുവം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ആയി വരണം. ഇനി ഇത് പാകത്തിനായോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു തുള്ളി എടുത്ത് ഒരു പാത്രത്തിലോട്ടോ മറ്റോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തൊട്ട് നോക്കിയാൽ മതി. എന്നിട്ട് 2 വിരലിൻ്റെ അടിയിൽ നല്ല ചൂടുണ്ടാവും, സൂക്ഷിക്കണം. അപ്പോൾ ഒന്ന് വിരലിലാക്കിയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ പറ്റുന്ന പോലെ ഒരു നൂൽ, ഇതാണ് ഒരു നൂൽ പരുവം എന്ന് പറഞ്ഞാൽ അതുപോലെ ആയി വരും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക. അപ്പം ഈ ഒരു പഞ്ചസാര മുഴുവനും ഈ തേങ്ങയിൽ കോട്ടായി വരണം കേട്ടോ. അപ്പം അത്ര വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുമില്ല, ഒന്ന് തണുത്ത് കഴിയുമ്പം നല്ല പഞ്ചസാരയൊക്കെ ഇങ്ങനെ കോട്ടായിട്ട് വരും. നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നോ എങ്ങനെയാണ് ചിരട്ടയിൽ നിന്നും തേങ്ങ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളതിനൊരു ട്രിക്ക് ഉണ്ട്. അപ്പം ഇനി അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതായത് ഈ തേങ്ങ ചിരട്ട കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി നിൽക്കുന്ന ആ ഒരു അളവിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുക. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിള വരുന്ന പോലെ ഏതാണ്ട് ഒരു 4-5 മിനിറ്റ് എടുക്കും. അപ്പം നല്ല തിള വരുന്നത് വരെ അതുപോലെ വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കതെടുത്തിട്ട് മാറ്റാം. എന്നിട്ട് ഒന്ന് ചൂട് വിട്ടതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നമ്മളിങ്ങനെ വിടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് അത് വിട്ട് കിട്ടും. ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വിട്ട് കിട്ടുക. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ പണി. എന്ത് ഈസി ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അങ്ങനെ ഒരു ഈസി ആയിട്ട് തേങ്ങ ചിരട്ടയിൽ നിന്ന് എങ്ങനെ വേർപെടുത്തി എടുക്കാന്നുള്ള ഒരു ട്രിക്കും കിട്ടി. അതുപോലെ തന്നെ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റും കിട്ടി. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് പുറത്ത് വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് വെച്ച് കഴിയുമ്പം പഞ്ചസാര ഇങ്ങനെ ചെറുതായിട്ട് അലിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു തേങ്ങ പൊട്ടിക്കേണ്ടെന്ന് ആവശ്യമില്ല. കുറച്ച് തേങ്ങ കൊത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങ മുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അവരോട് പറയാമല്ലോ ബേക്കറിയിൽ നിന്ന് വാങ്ങിയാന്നൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.